ഓണി കളിച്ചോണ്ട് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടാരും പേടിക്കണ്ട കേട്ടോ. ഇത് ഞാൻ മുടി ഇങ്ങനെ തെറ്റി ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹെയർ ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ ഓഫീസിൻ്റെ ഓണം സെലിബ്രേഷൻ ആണ്. എല്ലാ കൊല്ലവും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫെസ്റ്റീവാണ് ഓണം. അതിൻ്റെ റീസൺ നല്ല രീതിയിൽ ഒരുങ്ങി സുന്ദരിയായി സദ്യ കഴിക്കാം, ഗെയിംസ് കളിക്കാം, ഇതിനെല്ലാത്തിനും മേലെ വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എണീറ്റു. പക്ഷേ 5:30 ആയപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും എൻ്റെ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ന് എനിക്ക് 8:30 പോകണം. അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് കാപ്പിയും ചോറും കറിയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. മുത്തിനെ എണീപ്പിക്കാതെ ആണ് ഞാൻ പോയി റെഡിയാവുന്നത്. ആ ഒരു ടൈമിൽ എണീറ്റുകൊണ്ട് തന്നെ കണ്ണൊത്തി വീങ്ങിയാട്ടോ ഇരുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് മുഖമൊക്കെ വാഷ് ചെയ്ത് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഞാൻ ചെന്നപ്പോഴേക്കും അമ്മ ഏകദേശം പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ആ സമയത്ത് കഴിച്ച് അങ്ങനെ ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ അമ്മ എപ്പോഴത്തെയും പോലെ രാവിലെ വിളക്ക് കത്തിച്ചു. വിളക്കൊക്കെ കത്തിക്കുന്ന ടൈമിൽ ഞാൻ ഒരുങ്ങാൻ കയറി. അമ്മയ്ക്കും ഇന്ന് രാവിലെ ജോലിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അമ്മയും ഒരുങ്ങി റെഡിയായി ഇറങ്ങി. ഞാൻ മുത്ത് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് പുറത്ത് പോയത്. നോക്കിയേ അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആരായ ശല്യപ്പെടുത്താതെ പോയത്. ആ സമയം തൊട്ട് തുടങ്ങിയതാണ് ഫോണിൽ കുത്തൽ. സോ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് എന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോയി. ഞാൻ ഏകദേശം മേക്കപ്പൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ഹെയർ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ നമ്മൾ പിന്നിടുമ്പോൾ ഉള്ളൊരു ഉപയോഗമെന്ന് വെച്ചാൽ നമ്മുടെ മുടി അത്യാവശ്യം വോളിയം ഉള്ളതായിട്ട് തോന്നിക്കും. ശരിക്കും എനിക്ക് നിങ്ങൾ എന്നെ കാണുമ്പോൾ അറിയാം തിക്നെസ് ഭയങ്കര കുറവാണ്. പക്ഷേങ്കിൽ പിഴുത്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേന്ന് ഇതുപോലെ ഒന്ന് കുറേശ്ശെ മുടി ഒന്ന് ഒത്തിരി നേരത്തെ പണിയുണ്ട്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു അതായത് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വോളിയം തോന്നിക്കുന്നില്ലേ? ഇനി ഹെയർ ഏത് രീതിയിൽ സ്റ്റൈൽ ചെയ്താലും അടിപൊളിയായിരിക്കും. എനിക്ക് നോർമലായിട്ടൊന്ന് ഇത്തവണ കെട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ മുടിയിൽ നോർമൽ അങ്ങനെ കെട്ടാകുമ്പോൾ അങ്ങനെ ശരിയാവാറില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും സെലിബ്രേഷന് പോകുമ്പോൾ അങ്ങനെ മുടി അങ്ങനെ സെറ്റ് ആവാറില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അതായത് ചപ്പിയിരിക്കും. പക്ഷേ ഇത്തവണത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ ആവട്ടെ മേക്കപ്പ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ ലുക്ക് പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ഹെയറും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഫേസും പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന് മിസ്മാച്ച് തോന്നിക്കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാര്യം എൻ്റെ ഹെയർ നല്ല സെറ്റായിട്ട് വന്നു. എപ്പോഴും പോകുമ്പോൾ എൻ്റെ ഹെയർ ആയിരിക്കും എനിക്ക് ബാഡായിട്ട് വരിക. ബട്ട് ഇപ്പോൾ അടിപൊളിയായിരുന്നു. എൻ്റെത് സ്ട്രെയിറ്റ് മുടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചുരുണ്ട മുടികളോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന കുറച്ച് പോർഷൻ ഞാനൊന്ന് കേൾ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന കേളർ വെച്ച് ഞാൻ കേൾ ചെയ്തു. സംഭവം കേളായി. പക്ഷേങ്കിൽ ഞാൻ സെറ്റിംഗ് സ്പ്രേ വെച്ച് എത്ര അടിച്ചിട്ടും ആ കേള് നിലനിന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. കാര്യം കേൾ ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് നിലനിന്നില്ല. അത് മാത്രം ഒടുക്കത്തെ സ്മെല്ലായിരുന്നു. അതൊക്കെ പോട്ടെ. ഇതാണ് എൻ്റെ സാരി. ഇത് ഞാൻ 2020 വാങ്ങിയ സാരിയാണ്. കോളേജിലെ ഓണം സെലിബ്രേഷന് വേണ്ടി വാങ്ങിയതാണ്. കഴിഞ്ഞ വട്ടം ഓണത്തിന് ഞാൻ കുറച്ചധികം ചിലവാക്കിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു രീതിയിലുള്ള എക്സ്പെൻസും ഇല്ലാണ്ട് സാരി ഞാൻ എൻ്റെ പഴയ ഒരു സാരി അതധികം ഉടുത്തിട്ട് കൂടിയില്ല. അതാണ് ഈ സാരി. പിന്നെ ബ്ലൗസ് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. സെയിം കളർ കുപ്പിവള ഞാൻ വാങ്ങിയായിരുന്നു. 2 സെറ്റ് വാങ്ങി. 30 രൂപയായിരുന്നു ഒരു സെറ്റിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ മാല എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് 130 രൂപയാണ്. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് വന്നിട്ട് വെറും 100 രൂപയാണ്. ഓൺലൈനിലല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ വഴിക്കുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കമ്മലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. മാലയുടെതും ഷോപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ചെക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ വെച്ചിട്ടില്ലാത്തൊരു സാധനമാണ് മൂക്കുത്തി. എനിക്ക് മൂക്ക് കുത്താൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഈയിടെ ആയിട്ട് ഫേക്ക് ആയിട്ടുള്ളൊരു മൂക്കുത്തി വെക്കണമെന്നുള്ളത്. പക്ഷെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ കുത്താൻ പോകുന്നില്ല, അത് വേറൊരു കാര്യം. നിങ്ങൾക്ക് ഞാൻ മൂക്ക് കുത്തിയിട്ടുള്ള ഈ ഒരു പിക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ടൈമായി 8:15 8:30 ഓഫീസിലെത്തണം. ഞാൻ നോർമലി സ്കൂട്ടിയിലാണ് പോകുന്നത്. ഇന്ന് കാറിൽ മുത്തന്നെ കൊണ്ടാക്കി തരുവാട്ടോ ചെയ്തത്. അപ്പോഴേക്കും വിഷ്ണു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫിയാൻസിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു.
അപ്പോൾ മേളിൽ ഞാൻ ചെന്നപ്പോഴേക്കും മേളിൽ കുട്ടികളെല്ലാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊളീഗ്സ് എല്ലാവരും അത്തപ്പൂക്കളമൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ കമ്മിറ്റിയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളം ഇടാൻ വേണ്ടി ഒരു കമ്മിറ്റി, വീഡിയോയ്ക്ക് ഒരു കമ്മിറ്റി, അതുപോലെ തന്നെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാൻ ഓരോന്നിനും ഓരോ കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഡിവൈഡ് ചെയ്താട്ടോ ചെയ്തത്. അവിടെ ചെന്നിട്ടാണ് ഞാൻ മുല്ലപ്പൂ വെച്ചത്. അങ്ങനെ നമ്മുടെ സാറ് ഭംഗിയായി നമ്മുടെ ഇനാഗുറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് അശ്വന്ത്. അവന് തീരെ ഫോട്ടോസിലും വീഡിയോസിലും വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന്, വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഓടിപ്പോയി. ആദ്യം ഞങ്ങളുടെ തിരുവാതിരയായിരുന്നു. തിരുവാതിരയ്ക്ക് ശേഷം സ്റ്റാഫിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഗെയിംസിലൊക്കെ പങ്കെടുത്തു. ഈ 2 ഗെയിമിന് മാത്രാട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ബാക്കി എല്ലാത്തിനും ഞാൻ 8 നിലയിൽ പൊട്ടി. കസേര ഇറക്കം അങ്ങനെ ഒത്തിരി അധികം ഗെയിംസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയിട്ടാട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് കുറച്ചേ കിട്ടിയുള്ളൂ. ഓഫീസിലെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതും കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല ലേറ്റായി ഇറങ്ങിയപ്പോൾ അപ്പോഴേക്കും എന്നെ മുത്ത് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും നേരെ വീട്ടിൽ പോയി. ഞാൻ അതുവരെ ചെയ്ത മേക്കപ്പും ഹെയർ സ്റ്റൈലും ആ ഒരു ടൈമായിട്ടും അത് പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഗുഡൻസ്. ഇപ്പം അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു വാട്ടർ ബോട്ടിലും ഈ ഒരു ടപ്പയും കണ്ടോ, ഇത് രണ്ടുമാണ് എനിക്ക് ഫസ്റ്റിന് കിട്ടിയത്. പിന്നെ സാറ് നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹീറ്ററാണ് സാർ ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റ്. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും സാറ് കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മാർജിൻ ഫ്രീ കയറി മാഗി വാങ്ങി. മാഗിയും കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയതേ ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ അത്ര ക്ഷീണമായിരുന്നു. പിന്നെ ഉള്ളൊരു സന്തോഷം എന്ന് കഴിഞ്ഞാൽ ഇനി ഒരു 3 ദിവസത്തേക്ക് ഓഫീസിൽ പോകണ്ട. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇനി മൺഡേ പോയാൽ മതി. അപ്പോൾ അതുവരെ വീട്ടിൽ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഈ വീഡിയോയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തായാലും കറക്റ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.